പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ, വടക്കേ ഇന്ത്യ ഉൾപ്പെടെ, വടക്ക് കിഴക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 102 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ആണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അതിൽ പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് നടന്ന ഏക സംസ്ഥാനം തമിഴ്നാടാണ്. 39 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും അവിടെ പൂർത്തിയായി. ബീഹാർ, രാജസ്ഥാൻ, ബംഗാൾ, മണിപ്പൂർ, ത്രിപുര തുടങ്ങിയതായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഭാഗികമായിട്ടുള്ള വോട്ടെടുപ്പാണ് പൂർത്തിയായിരിക്കുന്നത്. ഇനിയും 3-4 ഘട്ടങ്ങൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും ചില ദിവസങ്ങൾ കൂടി കാത്തിരിക്കണം ഈ ഭാവി ഭാഗധേയം നിർണയിക്കുവാൻ. അതായത് ജൂൺ മാസം 4-ാം തീയതി അന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം ഏതാണ്ട് ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതിവേഗത്തിലാണ് ഇപ്പോൾ പ്രചാരണം കൊടുമ്പിരിക്കൊണ്ട് മുന്നേറുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ മണ്ഡലമായ കാസർഗോഡ് മുതൽ തെക്കേ അറ്റത്തെ മണ്ഡലമായ തിരുവനന്തപുരം വരെയുള്ള 20 മണ്ഡലങ്ങളിലും വളരെ ശക്തിയായ പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് താരപ്രചാരകരെല്ലാം പല വട്ടങ്ങൾ ഈ കൊച്ചു കേരളം സന്ദർശിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 പ്രാവശ്യമാണ് ഇതിനോടകം കേരളത്തിൽ സന്ദർശനം നടത്തി വലിയ തോതിൽ റോഡ് ഷോയും മഹാസമ്മേളനങ്ങളും നടത്തി മടങ്ങിപ്പോയിരിക്കുന്നത്. BJPയുടെ കരുത്തുറ്റ ഉന്നത നേതാക്കളായ രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, JP നഡ്ഡ, നിർമ്മല സീതാരാമൻ, ജയശങ്കർ തുടങ്ങിയതായിട്ടുള്ള കേന്ദ്ര മന്ത്രിമാരും കേന്ദ്ര നേതാക്കളും അമിത്ഷാ ഉൾപ്പെടെ കേരളം പലവട്ടം സന്ദർശിച്ചു കഴിഞ്ഞു. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ താരപ്രചാരകരായ ശ്രീ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, DK ശിവകുമാർ, രാവത് റെഡ്ഡി തുടങ്ങിയതായിട്ടുള്ള ദേശീയ നേതാക്കൾ പലവട്ടം കേരളം സന്ദർശിച്ച് പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരു വട്ടം കൂടി ഇതിൽ പല നേതാക്കളും വരുന്ന 6 ദിവസങ്ങൾക്കുള്ളിൽ കേരളം സന്ദർശിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടുത്തെ 20 മണ്ഡലങ്ങളിലെയും യഥാർത്ഥ മത്സരം ഇപ്പോഴും LDFും UDFും തന്നെയാണ്, തമ്മിലാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. എന്നാൽ മൂന്നാം മുന്നണിയായ NDA ഒരു ത്രികോണ മത്സരമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ചില മണ്ഡലങ്ങളും ഉണ്ട് എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. അവരുടെ സ്റ്റാർ മണ്ഡലങ്ങളായി കണക്കാക്കുന്ന തിരുവനന്തപുരവും തൃശ്ശൂരും മറ്റൊരു അളവ് വരെ ആലപ്പുഴ, ആറ്റിങ്ങൽ, പത്തനംതിട്ട തുടങ്ങിയവയും വളരെ ചൂടേറിയ പ്രചാരണത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് ദേശീയ പ്രാധാന്യത്തോടു കൂടെയാണ് NDA മുന്നണി കാണുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഇവിടെ NDA മുന്നണിയുടെ പ്രതിനിധിയായി മത്സരിക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേന്ദ്ര IT മന്ത്രിയാണ്. അദ്ദേഹം ചരിത്രത്തിൽ ആദ്യമാണ് കേരളത്തിൽ വന്ന് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നത്. അദ്ദേഹം ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും കർമ്മം കൊണ്ട് ബാംഗ്ലൂരാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം എല്ലാ തരത്തിലും ഒരു പുതിയ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ നേരിടുന്നത് 3 പ്രാവശ്യം തുടർച്ചയായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായ വിശ്വപൗരൻ ഡോക്ടർ ശശി തരൂരാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എത്രയുണ്ട് എന്ന് പറയേണ്ടതില്ല. വളരെ വാശിയേറിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി പോലും
തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കാട്ടാക്കട നടന്ന മഹായോഗത്തിൽ ആറ്റിങ്ങലെ നിലവിലുള്ള മന്ത്രിസഭയിലെ മറ്റൊരു സ്ഥാനാർത്ഥിയായ വി മുരളീധരന് വേണ്ടിയും വലിയ പ്രചാരണം അഴിച്ചുവിട്ടിട്ട് മടങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ എത്ര ഗൗരവത്തോടു കൂടിയാണ് ഈ NDA മുന്നണി തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിന്റെയും തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നതിന്റെ സൂചകമാണത്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലും കോഴിക്കോടും കാസർഗോഡും ഒക്കെ അവർ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. എന്നാൽ തൃശ്ശൂരാണ് രണ്ടാം സ്ഥാനം കൊടുത്തിരിക്കുന്ന അവരുടെ സ്റ്റാർ മണ്ഡലം. ശ്രീമാൻ സുരേഷ് ഗോപി രണ്ടാമതും മത്സരിക്കുന്ന തൃശ്ശൂർ മണ്ഡലം, അവിടെയും പ്രധാനമന്ത്രി ആവർത്തിച്ച് സന്ദർശിച്ച് കാടിളക്കെ പ്രചാരണം നടത്തി. എന്നാൽ അവിടെ ജനങ്ങളെ എത്ര അളവിൽ അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ. അവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അവിടുത്തെ നാട്ടുകാരനായ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ അംഗമായിരുന്ന ശ്രീ VS സുനിൽകുമാർ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നു, ജനങ്ങളുടെ പിന്തുണ ആർജിക്കുന്നു എന്ന വാർത്തയുമുണ്ട്. ഇവരെ എല്ലാം നേരിടുന്ന വളരെ ശക്തനായ കരുത്തനായ ശ്രീമാൻ K മുരളീധരനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത്. അവിടുത്തെ മത്സരവും വളരെയേറെ വേറും വാശിയുമുള്ളതാണ്. വളരെ വലിയ ആത്മവിശ്വാസമാണ് BJP അവിടെ പുലർത്തുന്നത് എങ്കിലും അവിടുത്തെ രാഷ്ട്രീയ സാമുദായിക സമവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് അവിടെ വലിയ സാധ്യതയുണ്ട് എന്ന് സംശയാതീതമായി പറയുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്തെ മത്സര ഫലവും പ്രവചനാതീതമാണ്. എന്നാലും ഇവിടെ സ്ഥായിയായ ഇടം പിടിച്ചിട്ടുള്ള ഡോക്ടർ ശശി തരൂർ ഒരുപക്ഷെ മുൻപൊക്കെ ഉണ്ടായിട്ടുള്ള വിധമുള്ള ഭൂരിപക്ഷത്തിലേക്ക് പോയില്ലെങ്കിലും ഒരു വിജയം കരസ്ഥമാക്കും എന്ന് തന്നെ പരിഗണിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ്. വടകര, കണ്ണൂർ, പാലക്കാട്, ആലത്തൂർ, മാവേലിക്കര, കോട്ടയം തുടങ്ങിയതായ മണ്ഡലങ്ങളൊക്കെ ഇതിനോടകം തന്നെ വളരെ ചൂടേറിയ മത്സരത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തുടക്കം മുതൽ ഇതുവരെ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ട് മുന്നണികളിലും എല്ലാവരും വിജയ സാധ്യത കാണുന്നത് ബഹുഭൂരിപക്ഷം സീറ്റുകളിലും നിലവിലുള്ള അംഗങ്ങൾക്ക് തന്നെയാണ്. അത് UDFന്റെ അംഗങ്ങളാണ്. UDFന്റെ നിലവിലുള്ള എല്ലാ MP-മാരും ഇപ്പോഴും മത്സര രംഗത്തുണ്ട് എന്നുള്ളതാണ് UDFന്റെ പ്രത്യേകത. അതിനുപരിയായിട്ടാണ് ആലപ്പുഴയിൽ ശ്രീ KC വേണുഗോപാൽ, നിലവിൽ രാജ്യസഭാ അംഗമായിരിക്കുന്ന ശ്രീ KC വേണുഗോപാലും മൂന്നാം മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ശ്രീമതി ശോഭാ സുരേന്ദ്രനും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ നിലവിലുള്ള MP-യായ ആരിഫും തമ്മിൽ മത്സരിക്കുന്നത്. അവിടെ KC വേണുഗോപാൽ ഒരു പുതിയ സ്ഥാനാർത്ഥിയല്ല. അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ വിളിച്ചറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാധ്യത വളരെയേറെ ഉണ്ട് എന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് മാവേലിക്കര മണ്ഡലം. അതിന്റെ പ്രധാന കാരണം ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ്. കാരണം ഏതാണ്ട് 35 വർഷമായി ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അംഗമാണ് അവിടെ വീണ്ടും മത്സരിക്കുന്ന ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തെ നേരിടുന്നത് CPIയുടെ ഒരു യുവ നേതാവായിട്ടുള്ള ശ്രീ CA അരുൺകുമാറാണ്. അദ്ദേഹം യുവാക്കളുടെ ഇടയിലൊക്കെ ഒരു വലിയ ചലനം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം അല്പം പ്രവചനാതീതം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ പാലക്കാട്ടും വളരെ പ്രഗത്ഭനായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ ശ്രീ A വിജയരാഘവനാണ് നിലവിലുള്ള MP ശ്രീ VK ശ്രീകണ്ഠനെ നേരിടുന്നത്. LDFും അവിടെ അവരുടെ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും എടുത്ത് പ്രയോഗിക്കുന്നു. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു മണ്ഡലമാണ് അയൽവക്കത്തുള്ള ആലത്തൂർ സംവരണ മണ്ഡലം. അവിടെ നിലവിലുള്ള MP-യായ രമ്യ ഹരിദാസ് നേരിടുന്നത് ഇപ്പോഴത്തെ രണ്ടാം പിണറായി സർക്കാരിലെ ഒരു മന്ത്രിയായ ശ്രീ K രാധാകൃഷ്ണനെയാണ്.
അവിടുത്തെ മത്സരവും വളരെ ആകാംക്ഷയോടും ജിജ്ഞാസയോടും കൗതുകത്തോടുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. കണ്ണൂരിൽ KPCCയുടെ പ്രസിഡന്റ് കൂടിയായ നിലവിലുള്ള MP ശ്രീ K. സുധാകരൻ മത്സരിക്കുന്നു. അവിടുത്തെ പ്രാദേശിക നേതാവായിട്ടുള്ള മുൻനിര നേതാവായ MP ജയരാജനാണ് അദ്ദേഹത്തെ ഏറ്റുമുട്ടുന്നത്. അവിടുത്തെ മത്സരവും ഒരു തീപാറുന്ന മത്സരം തന്നെയാണ്. എന്നാൽ ഏറ്റവും ഏറെ വിവാദമുണ്ടാക്കിയിരിക്കുന്ന മറ്റൊരു മണ്ഡലമാണ് വടകര. വടകര മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി KK ശൈലജയാണ്. അവരെ നേരിടുന്നത് നിലവിൽ നിയമസഭാ അംഗമായ യുവ നേതാവായ ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ അവിടെ പാലക്കാട് നിന്ന് കളം മാറി വടകരയിൽ മത്സരിക്കാനായി പാർട്ടി നിർദ്ദേശപ്രകാരം പോയ ആളാണ്. അദ്ദേഹത്തിന്റെ പിന്നിൽ കേരളത്തിലെ യുവ കോൺഗ്രസുകാർ മുഴുവൻ വരിവരിയായി അണിനിരന്ന് നിൽക്കുകയാണ്. പ്രതിയോഗിയും ഒട്ടും കരുത്ത് കുറഞ്ഞയാളല്ല. KK ശൈലജ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിനിധിയാണ് എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അവിടെ ഈ അടുത്ത സമയത്തുണ്ടായ ചില വിവാദങ്ങളൊക്കെ ജനശ്രദ്ധ ആകർഷിച്ചു ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും അവിടുത്തെ വോട്ടർമാരെ അതൊന്നും കാര്യമായി സ്വാധീനിക്കാനുള്ള സാധ്യതയില്ല. നല്ല തിരിച്ചറിവുള്ള രാഷ്ട്രീയ ബോധമുള്ള വോട്ടർമാരാണ് കേരളത്തിൽ പൊതുവെയും വടകരയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച മണ്ഡലങ്ങളിലും ഉള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പരിസരത്തെക്കുറിച്ച് നാം കാണുമ്പോൾ നിർണായകമായ ഒരു സ്വാധീനം എല്ലാ മണ്ഡലങ്ങളിലും 20 സീറ്റുകളിലും UDFിനുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ 3-4 മണ്ഡലങ്ങളിലൊക്കെയുള്ള മത്സരം വളരെ കടുത്തതാണ്. ഭൂരിപക്ഷത്തിന്റെ അളവിലൊക്കെ ഗണ്യമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. BJP നേരിടുന്നതായിട്ടുള്ള മത്സരത്തിൽ 2 സീറ്റുകൾ അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു അക്കൗണ്ട് തുറക്കാനെങ്കിലും തിരുവനന്തപുരമോ അല്ലെങ്കിൽ തൃശ്ശൂരോ ജയിക്കണമെന്നുള്ള വാശിയും അവർക്കുണ്ട്. പണം കോടിക്കണക്കിന് ഒഴുക്കുകയാണ്. ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വളരെ വീറും വാശിയോടും കൂടെ മത്സരിക്കുകയാണ്. എന്നാലും പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾ സാമുദായിക അടിസ്ഥാനത്തിലാണെങ്കിലും ശരി, അവർ വളരെ വിവേകത്തോടുകൂടി വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ ഒരു കാരണവശാലും അവരെ സജ്ജരാക്കുവാൻ ഒരിക്കലും നാം നിന്നുകൊടുക്കാൻ പാടില്ല. അതിൻ്റെ ഫലമായി ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള ഒരു ഏകീകരണം, ഒരു ഐക്യം കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ വെളിപ്പെട്ടു വരുന്നുണ്ട്. അത് UDFിന് അനുകൂലമായിട്ടുള്ള ഒരു കാറ്റായിട്ടാണ് അതിനെ വിലയിരുത്തുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങൾ വളരെ ഏകോപനത്തോടുകൂടി പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാതെ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കുന്ന അപകടങ്ങൾ, ജനാധിപത്യത്തിനുണ്ടാക്കുന്ന അപജയം, അതിനെക്കുറിച്ചൊക്കെ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കുന്നവരാണ്. മണിപ്പൂർ കലാപം, അതുപോലെ തന്നെ ഏകീകൃത സിവിൽ നിയമം, അതുപോലെ പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയതായ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ പ്രബുദ്ധതയോടുകൂടെ വിവേകത്തോടുകൂടെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ ബോധമുള്ള കേരള സമൂഹം. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിധി നിർണയമായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്നത്. അത് UDFിന് അനുകൂലമായിരിക്കും എന്ന് തന്നെയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് വിലയിരുത്തേണ്ടത്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്. ത്രികോണ മത്സരം എന്നൊക്കെ പറയാൻ വേണ്ടി മാത്രം 1-2 മണ്ഡലങ്ങളിൽ അതുണ്ടായി എന്ന് വരാം. അതിനെ നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്നാലും ആത്യന്തികമായ വിജയം UDFിന് തന്നെയായിരിക്കും. ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ചില അപശബ്ദങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ആത്യന്തികമായി ഫലത്തെ ബാധിക്കുകയില്ല എന്ന് വേണം തന്നെ കരുതാൻ. ഇതിനോടകം തന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാകും എന്നാണ് കരുതേണ്ടത്. ഇനിയും കഷ്ടിച്ച് 6 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ജനസഞ്ചയം തെരഞ്ഞെടുപ്പ് ബൂത്തുകളിലേക്ക് നടക്കാൻ. അവരുടെ മനസ്സ് ഏതാണ്ട് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. പ്രചാരണ കോലാഹലം കൊണ്ട്
ഇനിയും വലുതായി പൊതുസമൂഹത്തിൻ്റെ മനസ്സിനെ മാറ്റാൻ കഴിയുമെന്ന് കണക്കാക്കേണ്ടതില്ല. എന്നാലും അവിടെയൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കോടിക്കണക്കിന് രൂപ പണമൊഴുക്കി, പ്രത്യേകിച്ച് വളരെ ധനവാന്മാരായിട്ടുള്ള BJP സഖ്യം കളത്തിലിറങ്ങിയിട്ടുണ്ട്. അവർ നന്നായി കളത്തിൽ കളിക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ തങ്ങളാലാവുന്നതെല്ലാം ഇന്ത്യ മുന്നണിയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, കേരളത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നതിനേക്കാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഐക്യ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ പറയുന്നതാണ് കൂടുതൽ ഉചിതം. ആ രണ്ട് മുന്നണികളും കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ വാശിയോടുകൂടെ ഏറ്റുമുട്ടുകയാണ്. ഈ UDF സ്ഥാനാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ അവരോടൊപ്പം നിൽക്കുന്നതായ മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ പിന്തുണ വളരെ സജീവമായിട്ടുണ്ട്. അവർ ഏക മനസ്സോടുകൂടിയാണ് മുസ്ലിം ലീഗിൻ്റെ 2 മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസിൻ്റെ ഒരേ മണ്ഡലമായ കോട്ടയത്തുമൊക്കെ പ്രവർത്തിക്കുന്നത്. കക്ഷി വ്യത്യാസങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ മറന്നുകൊണ്ട് UDF മുന്നണിയിലെ, ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും RSPയും മറ്റ് ചെറിയ പാർട്ടികളുമൊക്കെ വളരെ ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകുന്നു. ആ ഒരു പ്രത്യാശയിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരു കേഡർ പാർട്ടി എന്ന രീതിയിലുള്ള CPMന്റെ ഒരു പശ്ചാത്തലവും കൂടെ നിൽക്കുന്ന CPMന്റെ ഒരു സ്വഭാവവുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവരും വാശിയേറിയ ഒരു പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിനിടയിൽ കിടന്ന് യഥാർത്ഥത്തിൽ ഊർദ്ധശ്വാസം വലിക്കുകയാണ് BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി എന്നും പറയേണ്ടിയിരിക്കുന്നു. അവർ അഭിമാന പ്രശ്നമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. മുൻപൊരിക്കലും അവർക്ക് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രാവശ്യം അതികായന്മാരെ രംഗത്തിറക്കി എങ്കിലും ഒരു അക്കൗണ്ട് തുറന്ന് ഒരു സീറ്റെങ്കിലും നേടണം എന്നുള്ള കടുത്ത വാശിയോടുകൂടിയാണ് അവർ രംഗത്ത് നിൽക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ അട്ടിമറി ഒന്നും നടക്കുന്നില്ല എങ്കിൽ UDFന് വ്യക്തമായ മേധാവിത്വം ഉണ്ട്, അത് നിലനിർത്തും എന്ന് തന്നെയാണ് കാണേണ്ടത്. LDFും അവരുടെ സീറ്റിന്റെ നില മെച്ചപ്പെടുത്താനായി അവർ കാര്യമായി ശ്രമിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവിയും കേരളത്തെ തെരഞ്ഞെടുപ്പ് ഫലവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നിലനിർത്തണമെങ്കിൽ അവർക്ക് ചില വിജയം അനിവാര്യമാണ്. അവർ ഇന്ത്യയിൽ ആകമാനം 56 സീറ്റുകളിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ. മുൻപൊരിക്കലും ഇത്രയും കുറഞ്ഞ സീറ്റുകളിൽ മത്സരിക്കാൻ അവർ മുന്നോട്ട് വന്നിരുന്നില്ല. എന്നാൽ അവർ അതിന് നൽകുന്ന വിശദീകരണം ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഒരു ഐക്യത്തിന് വേണ്ടിയാണ് അവർ വിട്ടുവീഴ്ച ചെയ്ത് തെരഞ്ഞെടുപ്പ് സീറ്റുകളുടെ എണ്ണം കുറച്ചത് എന്ന് പറയുന്നു. തീർച്ചയായും ശ്ലാഘനീയമായ ഒരു നിലപാടാണ് അക്കാര്യത്തിൽ CPM എടുത്തത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും ഒരു കാര്യത്തിൽ പ്രതിജ്ഞ എടുത്തവരാണ്. യാതൊരു കാരണവശാലും BJPയെ ഇനിയും അധികാരത്തിൽ തുടരാൻ അനുവദിക്കുകയില്ല. BJP മുക്ത ഭാരതമാണ് ജനാധിപത്യ സംരക്ഷണത്തിനും മതേതരത്തിനും അനിവാര്യമെന്ന് അവർ അടിയുറച്ച് പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു. അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെക്കേ ഇന്ത്യയിൽ, തെലുങ്കാനയിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വടക്കേ ഇന്ത്യയിലും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായ ചില മാറ്റങ്ങളുടെ സൂചനകൾ കാണുന്നുണ്ട്. അത് NDA മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. 350-400 സീറ്റുകൾ എന്നൊക്കെ പറയുന്ന വീമ്പിളക്കുകളൊക്കെ അസ്ഥാനത്താകാൻ ഇനിയും അധിക ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല. ജൂൺ മാസം 4-ാം തീയതി ആകുമ്പോൾ ഇന്ത്യയുടെ ഭാവി ഭാഗധേയം നിർണയിക്കപ്പെടും. അതിനുവേണ്ടി ഒരുങ്ങുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചുമെന്നാണ് നാം കാണേണ്ടത്.